ഒറ്റ ക്ലിക്ക് 1000 കഥകൾ. ഇന്ന് ഓഗസ്റ്റ് 19 ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി ഡേ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. നമ്മളടക്കം ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ എപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. അത് ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ എന്നാൽ ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള പാഷനായിരിക്കും. എന്നാൽ ചില ആളുകളുടെ പാഷനോടൊപ്പം അവരുടെ ഒരു പ്രൊഫഷനും കൂടെയാണ് എന്ത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫഹദിൻ്റെ അച്ഛൻ ഫഹദിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മഹേഷേ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ പഠിക്കാൻ പറ്റും എന്ന് പറയുന്നതാണ്. പക്ഷെ അത് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഫോട്ടോഗ്രാഫി അത്രയും സീരിയസ് ആയി കൊണ്ടുവന്ന ആളുകൾ അത് കുറച്ചും കൂടി നന്നായി പ്രൊഫഷണലായിട്ട് പഠിച്ചാൽ എന്താ കുഴപ്പം? അവർ അത്തരത്തിലൊരു കരിയർ അതിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായി പഠിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണത്. നമുക്കറിയാം ഫോട്ടോഗ്രാഫിയെ ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകൾ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, സ്പോർട്സ് ഫോട്ടോഗ്രാഫി, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഫോറൻസിക് ഫോട്ടോഗ്രാഫി, എഡിറ്റിങ്, അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് നമ്മളെ ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഫഷനെ നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണലായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ കുറച്ച് നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് വളരെ നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രൊഫഷനോടൊപ്പം അവരുടെ പാഷനോടൊപ്പം അവരുടെ പ്രൊഫഷൻ ആവുന്ന സമയത്ത് എന്താണ് അതിന് കുറച്ചും കൂടി ഒരു മികവാർന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയിലും അല്ല കേരളത്തിനും വിദേശത്തൊക്കെ ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകളും നല്ല പ്രൊഫഷൻസും ഒക്കെ ഉണ്ട്. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഞാൻ ചിലത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അത് അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അവിടെ ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി ഇൻ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജവഹർലാൽ നെഹ്റു ആർക്കിടെക്ചർ ആൻഡ് ഫൈൻ ആർട്സ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലുള്ളത്. അവിടെ BFA ഇൻ ഫോട്ടോഗ്രാഫി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിൽ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി. അതുപോലെ ഡൽഹി കോളേജ് ഓഫ് ഫോട്ടോഗ്രാഫി, കേരള മീഡിയ അക്കാദമി കൊച്ചി, കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രം, ഇവിടൊക്കെ ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ബന്ധപ്പെട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് പാഷനാണ്. ആ പാഷനോടൊപ്പം പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യാം. മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി നന്നായിട്ട് പഠിക്കാനും പറ്റും, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫി ഡേയുടെ അന്ന് എൻ്റെ ഒരു ആശംസകൾ, ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻ്റെ ഒരു ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.